നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഷാർഷിപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പൈലറ്റ് ട്രെയിനിങ്, ഏവിയേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. ചില എന്താ കംപ്ലീറ്റ് കഷണ്ടിയൊക്കെ ആയിട്ടുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറയും ഞാൻ ടീച്ചറുടെ ചുറ്റിനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒന്നിങ്ങനെ നോക്കാറുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും ഈ കൂട്ടത്തിൽ സാറിന് ഏറ്റവും ഇഷ്ടമായ അതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്. പക്ഷെ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ അവസരത്തിൽ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടൊരു വനിതാ സംവിധായകയെ മലയാള സിനിമയ്ക്ക് അങ്ങേക്ക് സംഭാവന ചെയ്യാൻ കഴിയില്ല? ഇവര് തന്നെയാണ് കാരണം. ഹരീഷേട്ടാ, ഹരീഷേട്ടനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ബാക്കിയുള്ളവർ, ഹരീഷേട്ടൻ കമൽ സാറിൻ്റെ ദീർഘകാലത്തെ അസോസിയേറ്റാണ്. ഈ കമൽ സാർ മുടി പിടിക്കുന്നതിനെ പറ്റി ഒന്ന് പറയുമോ? എന്താണ് അദ്ദേഹത്തിൻ്റെ? ഇപ്പം മുടി പിടിക്കാറില്ല. ഇപ്പം മുടി പിടിക്കാറില്ലല്ലേ? മുടി പിടിക്കാറില്ല. മുടി പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സ്കിപ്പാവും. മാക്സിമം അടുത്തുണ്ടാവുന്ന ആൾക്കാർ ഒന്നെങ്കിൽ സൂര്യേട്ടനോ അല്ലെങ്കിൽ സലീമിക്കോ ആയിരിക്കും. അവർക്കായിരിക്കും കൂടുതൽ ചീത്ത കേൾക്കാറ്. നമുക്ക് ചീത്ത കേൾക്കണമെന്നുണ്ടെങ്കിൽ സാറ് നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് ചീത്ത പറയും. അപ്പം കൂടുതൽ സ്നേഹമുള്ള ആൾക്കാരെയാണ് സാറ് ചീത്ത പറയാറ്. ഇപ്പം മുടി പിടുത്തം കുറവാണ്. എന്താണ് ഇപ്പം ദേഷ്യം കുറഞ്ഞു സാറിൻ്റെ? ഇപ്പം കൂടുതൽ നഖം കടിയാണ്. മുടി പിടുത്തം പോയിട്ട് നഖം കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നഖം കടി തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാം എന്തോ കുഴപ്പമുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പം അങ്ങനെ പോകാറില്ല. എന്തായാലും ചീത്ത കേൾക്കല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഒരു രീതിക്ക് കൂടുതൽ ആളുകളുടെ തലയിൽ വിഗും കൂടി സാറ് കണ്ടോടുകൂടി നിർത്തിയത്. കാരണം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ നോക്കും, ദേ സാറ് മുടി പിടിച്ചു കേട്ടോ, ഇനി പതുക്കെ വലിഞ്ഞു. ഹരീഷ് പറഞ്ഞ പോലെ പിന്നെ രണ്ട് ടിം സ്റ്റോപ്പ് ബ്ലോക്കുകളായിരിക്കും. നിൽക്കണ സലിക്കുണ്ടാവും, സൂര്യേണ്ടുണ്ടാവും. അവർ നമ്മളെ നോക്കണ്ടാവും, നമ്മൾ എത്തേണ്ടത് എത്തിയിട്ടുണ്ടാവും. അത് തന്നെയാണ്. അത് സാറ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മുടി പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സൈഡിലുള്ള അസിസ്റ്റൻസ് മുഴുവൻ അപ്രത്യക്ഷമാകും. രണ്ടാമത്തെ സൈഡിൽ തുടങ്ങും. ഇത് ആദ്യ ലക്ഷണമാണ്. ഇതിങ്ങനെ എവിടേക്കും നോക്കുന്നുണ്ടല്ലോ, ഒരു സൈഡിൽ ഇങ്ങനെ പോകും, പിന്നെ അടുത്ത കൈ ഈ ഇതിലേക്ക് വരും. രണ്ട് കൈയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ല. സൂര്യേട്ടൻ എല്ലാ തവണയും ആരെങ്കിലും ഒരാൾ അടുത്ത് വേണമല്ലോ. സൂര്യേട്ടൻ മുങ്ങാൻ വിചാരിക്കുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ സൂര്യേട്ടൻ ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കൂടി ചീത്ത കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും സീനിയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ഒരു പക്ഷേ വിജയ് തമ്പി ചേട്ടനാണ്. തമ്പി സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ തമ്പിയെക്കുറിച്ച് ഒന്ന് പറയാനുണ്ട്. കാരണം തമ്പി ഒരിക്കലും എൻ്റെ ശിഷ്യനെന്നോ അല്ലെങ്കിൽ സഹായിന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ സഹപ്രവർത്തകർ തന്നെയാണ്. കാരണം ഞാൻ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തമ്പിയും അസിസ്റ്റൻറ്റ് ഡയറക്ടർ ബാലേന്ദ്രമേനോൻ്റെ അസോസിയേറ്റ് ആയിട്ടാണ് തമ്പി ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമയ്ക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തു. രവിഗുപ്തൻ്റെ ഈ വഴി മാത്രം എന്ന് പറഞ്ഞ സിനിമയിൽ. ആ സിനിമയിലാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾ തമ്മിൽ പറഞ്ഞ ഒരു ധാരണയാണ്, നമ്മളിൽ ആരെങ്കിലും ഒരാൾ സംവിധാനം ചെയ്യണേ, ആദ്യം സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ
ഇപ്പോൾ വിജി തമ്പിയാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ ഞാനായിരിക്കും അസോസിയേറ്റ് ഡയറക്ടർ, ഞാനാണ് സംവിധാനം ചെയ്യണമെങ്കിൽ വിജി തമ്പി ആയിരിക്കും അസോസിയേറ്റ് ഡയറക്ടർ. പക്ഷേ ഭാഗ്യം കൊണ്ട് ഞാൻ ആദ്യം സംവിധായകനായി, വിജി തമ്പി എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി വന്നതുള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയുക, സഹപ്രവർത്തനം എന്നുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഒരുമിച്ച് സിനിമകൾ കാണുകയും സിനിമ ചർച്ച ചെയ്യുകയും ചെയ്തൊരു തുടക്കം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഒന്ന് പറഞ്ഞിട്ട് തമ്പീനെ സംസാരിക്കും. ഇവിടെ ഇരിക്കുന്ന മറ്റു ശിഷ്യന്മാർക്കെല്ലാം സംവിധായകനായ കമലിനെ അറിയാവും. കമൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നവരാണ്, ഒന്നിച്ച് താമസിച്ചിരുന്നവരാണ്. മദ്രാസിൽ എത്രയോ നാൾ ഞങ്ങൾ ഒരു റൂമിൽ താമസിച്ചിരുന്നതാണ്. പിന്നെ നേരത്തെ കമൽ പറഞ്ഞ പോലെ ഇന്ന് ഈ മൊബൈലും ഈ ഫോണും ഒക്കെ കഴിയുന്നതിന് മുമ്പുള്ള കാലം ഫോണൊക്കെ അത്ര പോപ്പുലർ ആയിട്ടില്ല. അന്ന് എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് കമലിൻ്റെ ഒരു കത്ത് വരുമായിരുന്നു. വളരെയധികം പല കത്തും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അത്ര വടിവത്ത അക്ഷരത്തിൽ ഒരു കവിത പോലെയാണ് കമൽ കത്തെഴുതുന്നത്. ആ കത്ത് വഴിയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഒരു മറുപടി അയക്കുക, തിരിച്ച് വീണ്ടും കമലിൻ്റെ കത്ത് വരും. അങ്ങനെ ഒരിക്കൽ വന്നൊരു കത്തിലാണ് പറയുന്നത്, തമ്പി എനിക്കൊരു പടം സംവിധാനം ചെയ്യാൻ ഏകദേശം ധാരണയായിട്ടുണ്ട്, മെഴുനീർ പൂവുകൾ എന്നുള്ള സിനിമ. അപ്പം താൻ എന്നാണ് എന്നെ വിളിക്കുന്നത്, താൻ അവിടെ എത്തണം. പിന്നെ അതവിടെ ഓർഡറാണ്, പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആദ്യം പറഞ്ഞില്ലേ കമലിൻ്റെ ഒരു ടെൻഷൻ്റെ കാര്യം. അപ്പോൾ ആദ്യം കണ്ടിട്ടുണ്ടാവുമ്പോൾ ഞാനായിരിക്കും. ആദ്യത്തെ ദിവസം കോട്ടയത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ടിങ് തുടങ്ങി അന്ന് രാവിലെ തുടങ്ങാൻ പോകുന്ന ദിവസം രാവിലെ തന്നെ കമൽ എന്ന വ്യക്തി തലേദിവസം വരെ കണ്ട വ്യക്തിയിൽ നിന്ന് നേരെ മാറി പുതിയൊരു കമലിനെയാണ് അന്ന് കണ്ടു തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2 സിനിമ ഞാൻ കമലിന് വർക്ക് ചെയ്തു. 3ാമത്തെ സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം നമ്മൾ കമ്പോസിങ് കഴിഞ്ഞു. ആ സമയത്താണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കൊരു സിനിമ ലഭിക്കുന്നത്. അത് കമലിനോട് വന്ന് പറയാൻ ഞാൻ പെട്ടപാട് എനിക്ക് തന്നെ അറിയാം. പാച്ചിക്ക പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു, കാക്കോത്തിക്കാവിലെ അപ്പോൾ വന്നായി പാച്ചിക്കയായിരുന്നു സ്ക്രിപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആലപ്പുഴ ഉണ്ടായിരുന്നു. ആലപ്പുഴ കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴാണ് എൻ്റെ ഗുരുനാഥനായ ബാലചന്ദ്രമേനോൻ സാറ് എന്നോട് പറയുന്നൊരു സിനിമ സംവിധാനം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരാഴ്ച കഴിഞ്ഞാൽ കമലിൻ്റെ കാക്കോത്തിക്കാവുകൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ചെന്ന് പറയും എന്നുള്ള രീതിയിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് സിദ്ദിഖ് അന്ന് പാച്ചിക്കയുടെ ഉണ്ടായിരുന്നു. സിദ്ദിഖ് പല ദിവസവും അവിടെ വരികയും സിദ്ദിഖ് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സിദ്ദിഖിനോടാണ് ഞാൻ ഇന്ന് പറയുന്നത്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, കമലിനോട് പറഞ്ഞാൽ കമൽ പിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഇത് പറഞ്ഞ് പാച്ചിക്കും കൂടെ ഇടപെട്ടൊക്കെയാണ് പറഞ്ഞ് അങ്ങനെ എനിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിരുന്നു സിദ്ദിഖാണ് ആ സിനിമ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഗുരു തന്നെയാണ് കമൽ. അതോടൊപ്പം തന്നെ ഞങ്ങൾ തമ്മിലൊരു സൗഹൃദമുണ്ട്. അത് ഇപ്പോൾ ഒരു 30 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ സൗഹൃദം തുടങ്ങിയിട്ട്. ഇന്നും ആ സൗഹൃദം നിലനിൽക്കുന്നു. നാഷണൽ പെയിന്റ്സ് ബ്യൂട്ടി ഷോ. എല്ലാവരും സംസാരിക്കണം, ഞാൻ എല്ലാവരിലേക്കും വരാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സമയത്ത്? ഒരമ്മയ്ക്ക് 2 ഇരട്ട കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഈ അമ്മ മരിച്ചതിന് ശേഷം ഈ കുട്ടികളിൽ ഒരാളെ ഒരു കള്ളൻ കൊണ്ടുപോയി, ഒരാളെ ഒരു പുരോഹിതനും. ഈ കള്ളൻ ഒരു പോക്കറ്റടിക്കാരനായിരുന്നു. ഈ കുട്ടി വളർന്നു വന്നപ്പം ഈ കുട്ടി ഒരു പോക്കറ്റടിക്കാരനായി മാറി. ഈ പുരോഹിതനായിട്ട് ഒരു പ്രാസംഗികനായിരുന്നു. പക്ഷേ ഈ പുരോഹിതനെ കൊണ്ടുപോയ കുട്ടി പുരോഹിതനായി, പക്ഷേ പ്രാസംഗികനായില്ല. ഇവിടെ ഗുരു കുട്ടികളിൽ ചെലുത്തുന്നൊരു സ്വാധീനം നമുക്ക് മനസ്സിലായി. മലയാളത്തിന് അനേക സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച അങ്ങേക്കുണ്ട് ഒത്തിരി ശിഷ്യന്മാർ. പക്ഷേ ഇവരൊന്നും തന്നെ ഒരു ജൂനിയർ കമലായി ഞങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ ഈ പുരോഹിതനായ ഒരു ഗുരുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ പോലെ തന്നെ കഴിവും സിനിമയുടെ ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനെ സാറിന് കിട്ടിയ സാർ അദ്ദേഹത്തെ ഒരു ജൂനിയർ കമലായിട്ട് ക്രിയേറ്റ് ചെയ്യുമോ, അതോ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു സംവിധായകനാകാൻ ഹെൽപ്പ് ചെയ്യുമോ? ഇതിലൊരു ദുസ്സൂചനയുണ്ട് ആദ്യം. അതായത് പോക്കറ്റടിക്കാരൻ ആരും പോക്കറ്റടിക്കാരനായില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആരും കമലായില്ല. അങ്ങനെ ഒരു ദുസ്സൂചന ഈ പറഞ്ഞതിലുണ്ട്. എന്തായാലും ഞാനതിനെ അംഗീകരിക്കുകയാണ്. കാരണം ഒരിക്കലും അതാണ് വേണ്ടത്. എൻ്റെ ഗുരുനാഥൻ ആയ PN മേനോൻ സാറ്, ഭരതേട്ടൻ അവരോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ PN മേനോൻ സാർ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യണ ഒരു സിനിമ കണ്ടുപഠിച്ചോളൂ, വിരോധമില്ല, പക്ഷെ ഞാൻ ചെയ്യണ മാതിരി എങ്ങാനും സിനിമ ചെയ്താൽ അന്ന് നിൻ്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യം എപ്പോഴും പറയുന്ന കാര്യമാണ്. കാരണം അതുപോലെ സിനിമ ചെയ്യാനല്ല നീ എൻ്റെ കൂടെ സിനിമ പഠിക്കാൻ വേണ്ടി വരേണ്ടത്, നിൻ്റേതായ രീതിയിൽ സിനിമ ചെയ്യാനാണ്. അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നാണ് എൻ്റെ ഗുരുനാഥനായ PN മേനോൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്.
ഞാൻ ഇവരോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഞാനൊന്നും പറയാറില്ല ഇവരുടെ അടുത്ത്. കാരണം ഇവരൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, സ്വയം പഠിക്കുക. ഞാൻ ഇവരൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതാണ് ആത്മാർത്ഥമായിട്ടുള്ള കാര്യം. ഞാൻ ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. കാരണം ഞാൻ അവരുടെ കൂടെ നിർത്തുന്നു. ഇവരെന്നിൽ നിന്നോ എൻ്റെ സിനിമയുടെ ചുറ്റുവട്ടത്തിൽ നിന്നോ ഇവർ സ്വയം ആർജിച്ചതാണ് ഇതെല്ലാം. ഇവരിപ്പോൾ ഓരോരുത്തരും അവരവരുടേതായ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ആർജിച്ചതാണ്. അപ്പോൾ അതിനവരെ നിമിത്തമായത് ഓരോ സിനിമകളാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ ആരും ജൂനിയർ കമലാവാഞ്ഞത്. ആകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ആകാൻ ഏതെങ്കിലും ഒരു ശിഷ്യൻ എൻ്റെ അല്ലെങ്കിൽ ഒരാൾ പഠിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നാൽ തീർച്ചയായും ഞാൻ അയാളെ എൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കില്ല, എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വെക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നല്ല വഴിയല്ല. സ്വന്തം രീതിയിൽ സ്വയം ആകുക, സ്വയം പേരെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. എന്നെ അതിൽ കോളേജ് കുമാരനായിട്ടുള്ള വില്ലൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 30 കൊല്ലം മുമ്പ് ഞാൻ വില്ലൻ. സാർ അതിൻ്റെ പ്രിൻ്റ് എവിടെയാണ് കിട്ടുക? എവിടെയും കിട്ടാനില്ല, അതാണ് എൻ്റെ ഭാഗ്യം. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. വരുന്ന കണ്ടാൽ ഒരു സൈഡ് തിരിഞ്ഞിട്ട്, അങ്ങനെ ഇതുവരെ ഞാൻ കമൽ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ വേറൊരാളും അങ്ങനെ നടക്കുന്ന കണ്ടിട്ടില്ല. അത്രയും തണുപ്പിലും ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. ഞാൻ ഓടി രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ നേരെ കൊണ്ട് വെട്ടിലേക്ക് വെച്ച് ഇവൻ സംഭവം നടത്തി പുറത്തേക്ക് ഇറങ്ങുക. അപ്പം ഞാൻ ചോദിച്ചു, നീ പോയോ? ഞാൻ ഇവൻ്റെ അടുത്ത് പറയാതെ പോയാ, ഇവനും എൻ്റെ അടുത്ത് പറയാതെ പോയി. നാഷണൽ പെയിന്റ്സ് ബ്യൂട്ടി ഷോ ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത പെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിൻ ഉണ്ടാവോ? തരാലോ. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്, നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. Shashib Group of Institutions, a premier institute for pilot training, aviation engineering and management. Log on www.shashibgroup.org. ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു 100% കമൽ സാറിനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ദിലീപേട്ടൻ. കാരണം ഇന്നലെയാണ് ഞാൻ ഒരു കഥ അറിയുന്നത്. കമൽ സാർ ഒരു സിനിമയിൽ വില്ലനായി അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. ഈ അതിലെ നായകനും ഈ വേദിയിൽ തന്നെ ഇരിപ്പുണ്ടല്ലേ? ജോസ്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു അത് ജോസേട്ടൻ സംസാരിക്കട്ടെ, മിണ്ടാണ്ട് ഒരു സൈഡിലിരിക്കുക. ജോസേട്ടാ, അതെന്താ വെച്ചാൽ അത് ഞാനത് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊരു എന്താ പറയുക, കലാഭാരതി എന്ന് പറഞ്ഞൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ഞാനും ജോസും സൂര്യൻ കുനിശ്ശേരിയൊക്കെ. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു സിനിമ ഉണ്ടാക്കി. അത് ഞങ്ങൾ തന്നെ കഥ എഴുതി. ഞങ്ങളിൽ ഒരാളെ സാഗർ കോട്ടപ്പുറമല്ല, അയാൾക്കത് എഴുതുകയാണ്. സാഗർ എന്ന് പറയുന്ന ഒരാൾ ഡയറക്റ്റ് ചെയ്തു. ജോസും ഞാനും ഒക്കെ അതിൽ അഭിനയിച്ചു. ജോസായിരുന്നു അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്, നായകനായിട്ട് അഭിനയിച്ചു. എന്നെ അതിൽ കോളേജ് കുമാരനായിട്ടുള്ള വില്ലൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 30 കൊല്ലം മുമ്പ് ഞാൻ വില്ലൻ. സാർ അതിൻ്റെ പ്രിൻ്റ് എവിടെയാണ് കിട്ടുക? എവിടെയും കിട്ടാനില്ല, അതാണ് എൻ്റെ ഭാഗ്യം. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എവിടെയും കിട്ടാനില്ല. ഇനി ജോസ് പറയും. അങ്ങനെ അന്നൊരു സിനിമ ഉണ്ടായി. പക്ഷേ ഞങ്ങളതിൽ ഒരു 5000 രൂപ വെച്ചിട്ട് 500 രൂപ വെച്ചിട്ട് എല്ലാവരും കോൺട്രിബ്യൂഷൻ തുടങ്ങിയിട്ടാണ് സിനിമകൾ. എല്ലാവർക്കും അവസാനം വന്നപ്പോൾ 5000 രൂപയ്ക്ക് ഞങ്ങൾക്ക് പ്രിൻ്റായി. 500 രൂപ എന്ന് വലിയ എമൗണ്ട് അല്ലേ? ഭയങ്കര വലിയ എമൗണ്ട്. വലിയ എമൗണ്ടാണ്. 500 രൂപ വെച്ചിട്ട് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതിനകത്ത് ഈ ലൈറ്റിനൊന്നും വേറെ ആൾക്കാരില്ല. നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് പോയിട്ട് നമ്മൾ മേക്കപ്പ് ഇട്ട ആൾ തന്നെ ലൈറ്റ് സെൻറ്റർ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അന്ന് നമുക്ക് കിട്ടുന്ന ക്യാമറാമാൻ അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. ഒരു KK മേനോൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറാമാൻ. പുള്ളിയുടെ റെമ്യൂണറേഷൻ എല്ലാ ദിവസവും ഒരു ഹാഫ് ബോട്ടിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ സിനിമ എടുത്തത്. എന്നാലും ഞങ്ങളത് രാഗം തിയേറ്ററിലിട്ട് കണ്ടു. അന്ന് രാമു കാരറ്റ് സാറുണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾക്ക് കലാഭാരതിയിൽ നിന്ന് ജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അന്നാണ് അത് തീസിസ് ഫിലിമായിരുന്നു എന്ന് വേണേൽ പറയാം. ഞങ്ങളുടെ ഒരു ഡിപ്ലോമ ഫിലിം എന്ന് തന്നെ പറയാമായിരുന്നു. ഞങ്ങളവിടെ പഠിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു സിനിമയാണ് പെൻ ഫ്രണ്ട്. പിന്നീട് അത് ക്ഷേത്രം എന്നൊക്കെ പേര് മാറ്റിയിട്ട് പിന്നീട് തിയേറ്ററിൽ എത്തിക്കാനായിട്ട് ശ്രമം നടത്തി. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അന്ന് ജോസ് നായകനായത് ഇപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. KK മേനോൻ സാറിന് എന്നും വൈകുന്നേരം പൈൻറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെ ജോസ് നായകനായെന്നുള്ളത്, ഞാൻ എങ്ങനെ വില്ലനായി പോയി എന്നുള്ളത് ഇപ്പോൾ ഗോവിന്ദ കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം മുതൽ കമൽ സാറിന് അറിയാവുന്നത് സലീമിക്കയാണെന്ന് തോന്നുന്നു അല്ലേ? സലീം എൻ്റെ അമ്മാവൻ്റെ മകനും കൂടിയാണ്. ഞങ്ങൾ കളിച്ചു വളർന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒരുപാട് എന്താ പറയുക, സിനിമയെക്കുറിച്ചും കഥകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത്
ഒരുപക്ഷെ എൻ്റെ ആദ്യത്തെ സിനിമയിൽ വിജയ് തമ്പിയുടെ ഒപ്പം വർക്ക് ചെയ്യേണ്ട ആളായിരുന്നു സലീം. പക്ഷെ അന്ന് സലീം ജോലിയായിട്ട് ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ സംവിധായകനായതോടുകൂടി പുള്ളിക്ക് ഇരിക്കപ്പുറത്തില്ല. കാരണം പുള്ളിയുടെ മോഹം സിനിമ തന്നെയായിരുന്നു. അതുകൊണ്ട് ഗൾഫിലെ നല്ല ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ആളാണ് പുള്ളി. അങ്ങനെ ഉണ്ണികളൊരു കഥ പറയാമെന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് സലീം വന്ന സമയത്ത് സൂര്യൻ കുനിശ്ശേരിയും അന്ന് ഞങ്ങളുടെ കലാഭാരതിയിലുണ്ടായിരുന്ന ആളാണ് സൂര്യനും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒന്നുകിൽ സൂര്യൻ അല്ലെങ്കിൽ സലീം എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, രണ്ടുപേരുടെ അടുത്തും പറഞ്ഞു. എല്ലാവരോടും. കാരണം വിജയ് തമ്പി അന്നുണ്ട്, താഹയുണ്ട്. താഹ ഇപ്പോൾ വന്നിട്ടില്ല. താഹ ഡയറക്ടറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എൻ്റെ കൂടെ ആ പടത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടുപേരെ എനിക്ക് വെക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒരാളെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും നിരാശരായി. സലീമിന് ആ സമയത്ത് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ സൂര്യൻ നറുക്ക് വീണു. അങ്ങനെ സൂര്യൻ ഉണ്ണികളൊരു കഥ പറയൽ വന്നു. സലീം പിന്നെ അതിനുശേഷം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ മുതൽ എൻ്റെ എല്ലാ സിനിമയിലും വർക്ക് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, സലീം അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിന് പ്രസിഡന്റിൻ്റെ നാഷണൽ അവാർഡ്, ഗരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടികളുടെ സിനിമ ചെയ്തു. അതിന് നാഷണൽ അവാർഡ്. ആദ്യം ദേശീയ പുരസ്കാരം വാങ്ങിയത് എൻ്റെ കൂട്ടത്തിൽ വന്നതിൽ സലീമാണ്, പ്രസിഡന്റിൻ്റെ. ഞാൻ വാങ്ങുന്നതിന് മുമ്പ്. അത് മാത്രമല്ല, എൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള രീതിയിൽ ഞാൻ കണക്കാക്കുന്ന പെരുമഴക്കാലത്തിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് സലീം പടിയത്ത്. അതിനും നാഷണൽ അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സലീം നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. റോഷൻ ഓരോ സിനിമയുടെ എണ്ണം കൂടുമ്പോൾ സാറിനെ അനുകരിച്ച്, സാറ് പിന്നിൽ മുടി പിടിക്കുന്നത് അനുകരിച്ച് അദ്ദേഹം മുന്നിൽ പിടിച്ച് മുടി മുഴുവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. എന്തു പറയുന്നു? ശരിക്കും ഇങ്ങനെയൊരു വേദി ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ ഒരു വേദി. ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ള ഒരാൾ ഞാനാണെന്ന് പറയാം. കാരണം എല്ലാ ബുധനാഴ്ചയും എൻ്റെ സുഹൃത്ത് നവാസിൻ്റെ ബൈക്കിലിരുന്ന് പോവും, സാറിൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ വാല് മുട്ടുമ്പോൾ ചേച്ചി വന്ന് വാല് തുറക്കും. എനിക്ക് തോന്നുന്നത് ഇന്നും എന്നെ അടുത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുത്തി ചായ കൊടുത്തിട്ട് വിടാറ്, മര്യാദയോടെ പെരുമാറണം. എനിക്ക് തോന്നുന്നു കമൽ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇരുത്തി ഒരു ജ്യൂസൊക്കെ കയറ്റി. കാരണം അത്രയും കഷ്ടപ്പെട്ടൊക്കെ നമ്മളോട് ചെല്ലുന്നത്, ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വളരെ മാന്യതയോടെ നമ്മളെ സ്വീകരിക്കുകയും അവിടെ ഇരുത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള സിനിമയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ സിനിമയിൽ സാറിൻ്റെ ഗുഡ് മോർണിംഗ് കിട്ടാനായിട്ട് ഞാനും സഞ്ജുവിൻ്റെയും സിനിമ അതായിരുന്നു ആദ്യമായിട്ട്. ഞാനും സഞ്ജു ഒരുമിച്ച് ചെന്ന്. അപ്പം സാറ് കണ്ണൂർ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ മത്സരം, ആദ്യം ആരാണ് സാറിൻ്റെ അനുഗ്രഹം മേടിക്കാൻ പോണേന്ന്. ഞാൻ ഓടി രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ നേരെ കൊണ്ട് വെട്ടിലേക്ക് വെച്ച് ഇവൻ സംഭവം നടത്തി പുറത്തേക്ക് ഇറങ്ങുക. അപ്പം ഞാൻ ചോദിച്ചു, നീ പോയോ? ഞാൻ ഇവൻ്റെ അടുത്ത് പറയാതെ പോയാ, ഇവനും എൻ്റെ അടുത്ത് പറയാതെ പോയി. അപ്പോൾ ആദ്യം അവൻ അനുഗ്രഹം മേടിച്ചു. പിന്നെ ഞങ്ങളുടെ മത്സരം എന്ന് വെച്ചാൽ ആദ്യം സാറ് ഗുഡ് മോർണിംഗ് പറഞ്ഞ ആരെടുത്ത് തന്നാൽ. കാരണം സാർ എന്താ ചെയ്യണമെന്ന് നോക്കി നിൽക്കുക എന്നുള്ളതാണ്. ഒരു പടമെങ്കിൽ ഒരു പടം. ശ്രീ വിന്ധ്യനാണ് ആ സിനിമയിൽ തന്നെ അവസരം എനിക്ക് നൽകിയത്. പിന്നെ സാറിൻ്റെ പാട്ടെടുക്കുന്ന രീതി, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്നത് സാർ എങ്ങനെയാണ് ഒരു സോങ് പിക്ചറൈസ് ചെയ്യുന്നത്. സാറിൻ്റെ ഓരോ സോങ്സും, എല്ലാ സിനിമകളുടെയും സോങ്സും ഒരു പല തവണ ടെലിവിഷനിലിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ പഠിക്കുകയാണ് സാറിൻ്റെ ശിഷ്യനായിട്ട് അറിയപ്പെടുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഭിമാനം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ പോലും എവിടെയോ ഒരു ചെറിയ ബന്ധം വരാറുണ്ട്. ഇപ്പം ഞങ്ങളൊരു സിനിമയുടെ കാസനോവ എന്നുള്ള സിനിമയുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ പോലും ഇരിക്കുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അതിലിടപെടുകയും അതിനുവേണ്ടി ശ്രമം നടത്തുകയും ചെയ്തതാണ്. അന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എവിടെയോ ആ ഗുരുവിൻ്റെ ശിഷ്യനാണെന്നുള്ളൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ടെന്ന്. ഈ ഇരിക്കുന്ന പല ആൾക്കാരുടെ ഇഷ്യൂസിലും ഈ പറയുന്ന പോലെ എവിടെയോ ഒരു കണക്ഷൻ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷകരമായൊരു ദിവസമാണ്. ഇന്നും സാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും മനസ്സിങ്ങനെ പടച്ചിരിക്കുക. ആ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ എന്നാണോ കണ്ണൂർ ചെന്നത് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും സാറിൻ്റെ അടുത്ത്. ഏതായാലും വളരെ സന്തോഷം. നാഷണൽ പെയിന്റ്സ് ബ്യൂട്ടി ഷോ. ക്വസ്റ്റ്യൻസ്. ഗോവിന്ദേട്ടാ, നമ്മുടെ യേശുദാസ്, നമ്മുടെ ഗാനഗന്ധർവ യേശുദാസിൻ്റെ ഗുരു പ്രതിഭാശാലി അല്ലായിരുന്നെങ്കിൽ യേശുദാസ് ഇത്രയും വലിയൊരു ഗാനഗന്ധർവനാകില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ AR റഹ്മാൻ സർ, ഫേമസ് മ്യൂസിക് ഡയറക്ടർ.
അദ്ദേഹത്തിൻ്റെ ഗുരുവും നല്ലൊരു പ്രതിഭാശാലി ആയിരുന്നിരിക്കണം. പക്ഷേ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആയിരുന്നു ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസ്. ഗുരുവും ശിഷ്യനും ഫേമസ്. അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് കമൽ സാറിന്. സാറ് ഫേമസ് ആണ്. സാറിനോടൊപ്പം തന്നെ ഫേമസ് ആയ ഒരുപാട് ശിഷ്യന്മാർ. സാറിന് എപ്പോഴെങ്കിലും ഇവരോട് ഒരു ചെറിയൊരു അസൂയ തോന്നിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? തന്നെക്കാൾ വലുതായി എന്നോ അതോ തനിക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യം അവർ ചെയ്തു എന്നൊരു അസൂയ തോന്നിയ സന്ദർഭം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും അസൂയ തോന്നാറുണ്ട്. കാരണം എന്തറിയോ, ഇവർ നല്ല സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അസൂയ തോന്നണം. അതാണത്. കാരണം ഇവർക്ക് നല്ല സിനിമ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് അസൂയാർഹമായൊരു സന്തോഷമുണ്ട്. അത് അപൂർവമായി കിട്ടുന്നൊരു സന്തോഷമാണ്. കാരണം എന്തറിയോ, ഇത്ര മനോഹരമായിട്ട് അവർക്ക് സിനിമ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി കാണുമ്പോൾ എനിക്ക് അവരോട് അസൂയ തോന്നുന്നത് അവർ മികച്ച സിനിമ ഉണ്ടാക്കുന്നുണ്ടാണ്. അത് അയ്യോ എനിക്ക് അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ള കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലല്ല. അതൊരു സന്തോഷമാണ്. അതിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നും മാത്രമല്ല, അല്ലാത്തവരുടെ സിനിമകൾ കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ടത്. കാരണം അത് അവർ നമുക്ക് തരുന്നൊരു പ്ലഷറാണ്. നല്ല സിനിമകൾ ചെയ്യുന്നവരെ ബഹുമാനിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നതാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ വളരെ മോശം സിനിമകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ഒരു മികച്ച നേട്ടം തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ശിഷ്യസമ്പത്ത്, അത് അങ്ങനെ പറഞ്ഞതിലൊരു അർത്ഥമില്ല. ഞാൻ എപ്പോഴും പറയാം, എൻ്റെ കൂടെ നിൽക്കുന്നവരും നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഭാഗമാകുന്നത്. ഇപ്പോൾ ദിലീപ് ഇന്നാളൊരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സിനിമയെക്കുറിച്ച് അല്ലേ ദിലീപ് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഈ വർഷം സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കമൽ സാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് സജീവമായിട്ട് സിനിമ ചെയ്യുന്നവരെല്ലാവരും. അവരുടെ സിനിമകളൊക്കെ തന്നെയാണ് നന്നായിട്ട് വരുന്നതെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മൾ ബസ്സിൽ അതാ പോണ ആളെ കമലാടാ, സംവിധായകൻ കമലാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കമൽ സാറിനെ ആദ്യമായി കാണുന്നത്. പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ചെന്ന് ജോയിൻ ചെയ്ത ആദ്യ ദിവസമാണ് വെളിപാട് പോലെ ഇതാണ് എൻ്റെ രംഗം, ഇവിടെയാണ് ഞാൻ നിൽക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുന്നു. നാഷണൽ പെയിന്റ്സ് ഗൂട്ടി ഷോ ഇടവേളയ്ക്ക് ശേഷം തുടരും. Shashib Group of Institutions, a premier institute for pilot training, aviation engineering and management. Log on www.shashibgroup.org. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത പെയിൻ ഉണ്ടോ? ഉണ്ടല്ലോ. വെള്ളം പിടിക്കാത്ത പെയിൻ ഉണ്ടാവോ? തരാലോ. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേ ഒരു പെയിന്റ്, നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒന്ന് തന്നെയാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സിനിമയിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എങ്ങനെ, എവിടെ തുടങ്ങണം, അങ്ങനെ ഒരു മതിൽക്കെട്ടിനകത്തൊക്കെ എങ്ങനെ കയറണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ യാദൃശികമായിട്ടാണ് കമൽ സാറിനെ ഞാൻ ആദ്യം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ താമസിക്കുന്ന ആലുവയിൽ കൂടി സാറ് ആലുവ പാലസിലെ ഡിസ്കഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ബസ്സിൽ അതാ പോണ ആളെ കമലാടാ, സംവിധായകൻ കമലാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കമൽ സാറിനെ ആദ്യമായി കാണുന്നത്. എനിക്ക് തോന്നുന്നു ആ അതിന് ശേഷമൊക്കെയാണ് ഉണ്ണികളെ കഥ പറയാനൊക്കെ വന്നത്. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് പറഞ്ഞ് ഞാൻ ജയറാമേൻ്റെ അടുത്ത് ചെന്ന് പൂക്കാലം വരവായി എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്. അപ്പോൾ ജയറാമേട്ടൻ ആദ്യം പറഞ്ഞത്, നീ സിനിമ നിനക്കെന്താ അഭിനയിക്കാനാണോ താല്പര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആഗ്രഹമുണ്ട്, ഒരു സീൻ 2 സീൻ അങ്ങനെ കിട്ടിയാൽ. പറഞ്ഞു അങ്ങനെ വേണ്ട, അങ്ങനെ ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ചാൻസ് വാങ്ങിച്ചു തരാം, നീ ആദ്യം സിനിമ എന്താണെന്ന് പഠിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാനുള്ളൊരവസ്ഥയൊന്നുമില്ല. പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കമലിൻ്റെ അടുത്ത് പറയാം. ഞാൻ പറഞ്ഞു കമൽ സാറ് എങ്ങനെ നിർത്തും എന്നെ? ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നിനക്കൊരു വരുമാനവും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമാനമൊന്നുമല്ല വിഷയം, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കമൽ സാറിൻ്റെ അടുത്ത് ഞാൻ സംവിധാന സഹായിയായിട്ട് ജോയിൻ ചെയ്യുന്നതും. പക്ഷേ കമൽ സാറിൻ്റെ കൂടെ അല്ല ഞാൻ ആ സിനിമകൾ വർക്ക് ചെയ്യാൻ ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ സിനിമയിൽ നിന്നേ പോയിട്ടുണ്ടാവും അന്ന്. കമൽ സാറ് നമ്മളോടുള്ള പെരുമാറ്റം കൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമയിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചത്. കാരണം അഭിനയിക്കുന്ന സമയത്ത് ചില സെറ്റപ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് കമൽ സാർ എത്ര മക്കളെ പോലെയല്ലേ സ്നേഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അടുത്തിരുത്തി ഒരേ രീതിയിൽ തന്നെയുള്ള ഭക്ഷണങ്ങളും, അതേപോലെ ഒരേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ താമസിക്കുന്നു. അല്ലെങ്കിൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ദൂര സ്ഥലത്ത് നിർത്താതെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഞാനിലാലൊക്കെ എപ്പോഴും പറയാറുണ്ട്. കാരണം എല്ലാ ഡിസ്കഷനും
കൂടുതൽ പോയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുണ്ടായിരുന്ന സമയത്ത്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഒരച്ഛൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ, ഞങ്ങൾ തമ്മിൽ എന്തും സംസാരിക്കുന്ന ഒരവസ്ഥ. അത് ഇന്നും അതിൻ്റെ ഡെപ്ത് കൂടിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു സഹായിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് കമൽ സാറിൻ്റെ സിനിമയിലെ നായകനായിട്ട്, കമൽ സാറിൻ്റെ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത്. എനിക്ക് സിനിമയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. സിനിമയായിട്ട് ബന്ധമുള്ള ഒരു കുടുംബത്തിലായിരുന്നില്ല ഞാൻ. ഒരു ലോട്ടറി എടുക്കുന്നത് പോലെ മദ്രാസിൽ ഡിഗ്രി കഴിഞ്ഞ് ചെറിയ ജോലിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് ചെന്നതാണ്. അന്ന് ആരോ ഒരു അസിസ്റ്റൻ്റ് വരാതിരുന്നത് കൊണ്ട് മാത്രം എനിക്ക് ഒരു സിനിമയിൽ മാത്രം വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂടെ നിർത്തുന്നത്. അതുവരെ സിനിമ ഗൗരവമായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഒരു സിനിമ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അടുത്ത് നിന്ന് കാണാമെന്നാണ് കരുതിയത്. കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ചെന്ന് ജോയിൻ ചെയ്ത ആദ്യ ദിവസമാണ് വെളിപാട് പോലെ ഇതാണ് എൻ്റെ രംഗം, ഇവിടെയാണ് ഞാൻ നിൽക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അതിനുശേഷം ഞാനൊരു സംവിധായകനാവണമെന്ന് തീരുമാനിക്കുക, അത് സ്വപ്നം കാണുകയും ചെയ്തില്ല. കമൽ സാറിൻ്റെ കൂടെ ഉണ്ടാവുക, കമൽ സാറിനെ എങ്ങനെ സന്തോഷവാനാക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ സാറിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ സിനിമ പഠിക്കുന്നുണ്ടെന്ന് പോലും ഞാൻ ആ സമയത്ത് അറിഞ്ഞിട്ടില്ല. ഒരു സിനിമ ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പുറമെ വർക്ക് ചെയ്യാൻ, സാറിൻ്റെ സിനിമകളില്ലാത്ത ഇടവേളയിൽ വർക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അവിടെ എനിക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും കാണുമ്പോഴാണ് ഞാൻ ഒരു തരക്കേടില്ലാത്ത ആളാണ് എന്ന് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത്. കാരണം അത് കമൽ സാറിനോടുള്ള ആദരവായിരുന്നു, അതിൻ്റെ ഒരു ഷെയറായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് പിന്നീട് സംവിധായകനാകാം എന്നൊരു കോൺഫിഡൻസൊക്കെ വരുന്നത് അപ്പോഴാണ്. അതുവരെ ഞാൻ സാറിൻ്റെ കൂടെ സാറിനെ എങ്ങനെ കംഫർട്ടബിൾ ആക്കാമെന്ന് മാത്രം നോക്കി നടന്നിരുന്ന ഒരാളാണ്. അതിനിടയിൽ എപ്പോഴോ കുറേ കാര്യങ്ങൾ തലയിലേക്ക് അറിയാതെ കയറി പോന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച 2 സിനിമകൾ, ആ 2 സിനിമകളുടെയും പിന്നിൽ കമൽ സാറിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ളതിൽ അങ്ങേക്ക് വീണ്ടും അഭിമാനിക്കാം. ശ്രീ സഞ്ജയും അതേപോലെ തന്നെ ആഷിഖും. കൂട്ടത്തിൽ എനിക്കൊന്ന് ഏറ്റവും ബേബി ആഷിഖാണെന്ന് തോന്നുന്നു. സഞ്ജയ് അതിൻ്റെ ജസ്റ്റ് സീനിയറാണെന്ന് തോന്നുന്നു. അപ്പം ആദ്യം സഞ്ജയ് തന്നെ സംസാരിക്കട്ടെ. എനിക്ക് തോന്നുന്നത് കമൽ സാറുമായി ഏറ്റവും കുറവ് സംസാരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഞാനാണ്. അത് മറ്റൊന്നുമല്ല, റോഷൻ പറഞ്ഞ പോലെ ഇന്നും ഞാനിവിടെ ഇരിക്കുമ്പോൾ ആദ്യമായി അയാൾക്കത് എഴുതുകയാണ് എന്ന സെറ്റിലേക്ക് ചെല്ലുന്നതിൻ്റെ അതേ പകപ്പോടു കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഞാനും റോഷനും. അതിൽ ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ച യാത്ര എന്ന് പറയുന്നത് അയാൾക്കത് എഴുതുകയാണ് എന്ന് പറയുന്ന സെറ്റിലേക്ക് കണ്ണൂരിലേക്കുള്ള പരശുറാം എക്സ്പ്രസ്സിലുള്ള യാത്രയായിരുന്നു. അതിനുശേഷം ഇന്ന് 10-12 വർഷത്തിന് ശേഷം ഗുരുപൂജയ്ക്ക് എത്തിയ എറണാകുളത്ത് നിന്ന് ഇവിടം വരെയുള്ള യാത്രയും അതിൻ്റെ വലിപ്പം വളരെ വലുതാണ്. സിനിമയിലൊരു തിരക്കഥാകൃത്തും സംവിധായകനും കൂടിയാകാം എന്ന് വിചാരിച്ച് കമൽ സാറിൻ്റെ അടുത്ത് വന്നയാളാണ് ഞാൻ. കാരണം ഒരു തിരക്കഥാകൃത്തിന് സിനിമയുടെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അങ്ങനെ സാറുമായിട്ട് അയാൾക്കത് എഴുതുകയാണ് ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാനൊന്ന് വീണ് എൻ്റെ കാലൊന്ന് പൊട്ടി. അപ്പോൾ ഞാൻ ലാസ്റ്റ് അസിസ്റ്റൻ്റാണ്, 8 പേരാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്. ഈ കാല് പൊട്ടി ഞാൻ ഹോട്ടലിൽ കിടക്കുമ്പോൾ എനിക്ക് സാറിൻ്റെ ഫോൺ വരികയാണ്, എനിക്കൊന്നും വരാൻ പറ്റിയില്ല, ക്ഷമിക്കണം, ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. അത് എങ്ങനെ പ്രതികരിക്കണം മരവിച്ച് പോകുന്നൊരവസ്ഥയാണ് സത്യത്തിൽ. അത് സാർ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഒരു ലാസ്റ്റ് അസിസ്റ്റൻ്റ്. അതിനുശേഷം അവിടെ വെച്ച് ആ സ്കൂളിൽ എനിക്ക് കിട്ടിയ സഹപാഠിയാണ് റോഷൻ ആൻഡ്രൂസ്. അപ്പോൾ റോഷൻ ആൻഡ്രൂസും ഞാനും സാറിനെ കണ്ട് തിരിച്ചിറങ്ങുന്ന വഴി ഇപ്പോൾ തമ്പി സാറും കമൽ സാറും പറഞ്ഞ പോലെ റോഷനോട് പറഞ്ഞു, ഞാനാണ് ആദ്യം സിനിമ സംവിധായകനാണ് ചെയ്യുന്നതെങ്കിൽ നീ എൻ്റെ അസോസിയേറ്റ്, അത് നീയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നിൻ്റെ അസോസിയേറ്റ്. ഇത് പറഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഞാനും റോഷനും പിണങ്ങി. 3 വർഷം ഞങ്ങൾ പിണക്കത്തിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒന്നിക്കുന്ന സിനിമയായിരുന്നു നോട്ട്ബുക്ക്. ആ നോട്ട്ബുക്ക് ഞങ്ങൾ കമൽ സാറിനാണ് സമർപ്പിച്ചിരിക്കുന്നത് സ്ക്രീനിൽ. ആഷിഖ്. റോഷനും എല്ലാവരും പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു അവസരമാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും അവസാനം വന്നത് ഞാനാണ്.
ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു മ്യൂസിക് വീഡിയോ ചെയ്തു. ഞാൻ ഉന്നം വെച്ചിരുന്ന 2-3 ഡയറക്ടേഴ്സാണ്. ഒന്ന് കമൽ സാറും ഒന്ന് ലാൽ ജോസും. ഇവരുടെ കൂടെ കൂടണമെന്നായിരുന്നു ആഗ്രഹം. അന്ന് എനിക്ക് തോന്നുന്നു ലാലോട്ടിൻ്റെ 2ാം ഭാവം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കഥകൾ മാത്രമല്ല, കമൽ ഒരുപാട് പ്രണയലേഖനങ്ങളും എഴുതുമായിരുന്നു ആ കാലത്ത്. പല പ്രണയലേഖനങ്ങളും ആദ്യം വായിച്ചിരുന്നത് ഞാനാണ്. പക്ഷേ തെറ്റിദ്ധരിക്കണ്ട, അല്ലെങ്കിൽ ആ ലേഖനങ്ങൾക്കെല്ലാം ഒരു മേൽവിലാസം ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞോമത് സിനിമയിൽ എന്ത് ജോലി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, കുഞ്ഞോമതിനും അറിയില്ല. ഇവർക്ക് എല്ലാ ജോലിയും കുഞ്ഞോമത് ചെയ്യും. ചില ഒരു ദിവസം അസിസ്റ്റന്റ് ഡയറക്ടർ ആവും, വേറെ ദിവസം ആർട്ട് അസിസ്റ്റന്റ് ആവും, വേറെ ദിവസം പ്രൊഡക്ഷൻ ബോയ് ആവും, ചിലപ്പോൾ നടനുമോ. നാഷണൽ പെയിന്റ്സ് ബ്യൂട്ടി ഷോ ഇടവേളയ്ക്ക് ശേഷം തുടരും. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ്, ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. Shashib Group of Institutions, a premier institute for pilot training, aviation engineering and management. Log on www.shashibgroup.org. സലീമിക്ക ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു വിജയ് തമ്പി സാർ തമ്പിയേട്ടൻ ക്ലെയിം ചെയ്തു, എനിക്ക് കമൽ എന്ന അസിസ്റ്റന്റ് ഡയറക്ടറെ മുതൽ അറിയാം. അതിന് മുൻപേ അറിയാവുന്ന ഒരാൾ അല്ലേ? നിങ്ങൾക്ക് രണ്ടുമാണെന്ന് തോന്നുന്നു അത്തരത്തിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന 2 പേർ വളരെ ചെറുപ്പം മുതൽ. വളരെ സത്യമാണ്. കുട്ടിക്കാലം മുതലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അക്കാലത്ത് കമലിന് ഈ വായനാശീലം കുറച്ച് കൂടുതലാണ്. അന്ന് ഒരുപാട് കഥകൾ വായിക്കും, നോവലുകൾ വായിക്കും. എന്നിട്ട് ആ കഥകളൊക്കെ വന്ന് പറയുന്നത് എൻ്റെ അടുത്താണ്. അങ്ങനെ ആ സമയങ്ങളിൽ കമൽ സ്വന്തമായിട്ട് കഥകൾ എഴുതുമായിരുന്നു. ആ കഥകളും ആദ്യ വായിക്കുന്നത് അല്ലെങ്കിൽ ആ കഥകൾ ഡിസ്കസ് ചെയ്യുന്നതും ഞാനുമായിട്ടായിരുന്നു. പിന്നെ കഥകൾ മാത്രമല്ല, കമൽ ഒരുപാട് പ്രണയലേഖനങ്ങളും എഴുതുമായിരുന്നു ആ കാലത്ത്. അന്ന് കമൽ എഴുതിയ പല പ്രണയലേഖനങ്ങളും ആദ്യം വായിച്ചിരുന്നത് ഞാനാണ്. പക്ഷേ തെറ്റിദ്ധരിക്കേണ്ട, ആ ലേഖനങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ലേഖനങ്ങൾക്കെല്ലാം ഒരു മേൽവിലാസം ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ്. ഇന്നും അദ്ദേഹം ഒരു സിനിമ കൺസീവ് ചെയ്യുമ്പോൾ ആ കഥ ചർച്ച ചെയ്യുന്ന പ്രമുഖരിൽ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാൾ ഞാനാണ്. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ നിർമ്മാതാവാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അതിയായ ഒരു സന്തോഷമാണ്. നാഷണൽ പെയിന്റ്സ് ബ്യൂട്ടി ഷോ. ആരാണ് ചോദിക്കുന്നത്? കമൽ സാർ ഹായ്, സുഖാണോ? സുഖം. എനർജറ്റിക് ആയ ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഞാൻ കാണുന്നത് എനർജറ്റിക്കും ഒപ്പം സുന്ദരിയുമായ ഒരു ടീച്ചറിനെയാണ്. 50ഓളം സിനിമകൾ സാർ ചെയ്തു. അതിൻ്റെ അകത്ത് സൂപ്പർ ഹിറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് മീഡിയം ഹിറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു, ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. ടീച്ചറെ ഒട്ടും മടിക്കാതെ പറയണം കേട്ടോ, നമ്മുടെ ഈ കമൽ സാറിൻ്റെ ഹസ്ബൻഡ് ഒരു ഹിറ്റ് മേക്കറാണോ? 100%. കമൽ സാർ, ഈ വേദിയിൽ കുറച്ച് പേരെ കൂടി ഇരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവരെ വിളിക്കണം, കാരണം ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതെ അതെ. ഇനിയിപ്പോൾ നാളെ ഇതേപോലെ ഇവരുടെ കൂടെ ഒപ്പം ഇരിക്കേണ്ട ആൾക്കാരാണ്. അവരിപ്പോൾ പുറത്ത് കണ്ട് തീർച്ചയായിട്ടും അവരെ ഇങ്ങോട്ട് വിളിക്കാം. ശ്രീ ജയരാജ്, ചിറയൻകീഴ് രാധാകൃഷ്ണൻ, ശ്രീജിത്ത്,
അനീഷ്, രശ്മി ദാമോദരൻ, ശ്രീ രാജേഷ്, ഇതിൽ രണ്ടുപേര് വന്നിട്ടില്ല ശരിക്ക്. രണ്ടല്ല 3 പേര്. സോറി, സൂര്യനെ ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് അക്കു അക്ബർ, അക്ബർ ജോസ് എന്നുള്ള പേരിലാണ് അവർ സംവിധാനം തുടങ്ങിയത്. ജോസ് ഇപ്പം നമ്മൾ പരിചയപ്പെട്ടല്ലോ, അക്ബർ ജോസ്, ഇവർ രണ്ടുപേരും കൂടിയാണ് മഴത്തുള്ളിക്കിലും പിന്നെ സദാനന്ദൻ്റെ സമയമൊക്കെ ചെയ്തത്. അതിനുശേഷം പിന്നെ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി. ഇപ്പോൾ അക്കു അക്ബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെറുതെ ഒരു ഭാര്യ പോലുള്ള ഹിറ്റുകൾ. ഇപ്പോൾ അവസാനം ദിലീപ് അഭിനയിക്കുന്ന വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന് പറയുന്ന പടം. അതുപോലെ തന്നെ സൂര്യൻ കുനിശ്ശേരി ഞാൻ പറഞ്ഞു. എൻ്റെ മറ്റൊരു അസിസ്റ്റൻ്റ് സുഗീത് എന്ന് പറയും. ഇപ്പോൾ ആഷിഖും സുഗീതൊക്കെ ഏകദേശം സമകാലീനരാണ്. സുഗീത് ഇപ്പോൾ ഒരു പടം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓർഡിനറി എന്നുള്ള പേരിൽ, കുഞ്ചാക്കോ ഭവനും ബിജുമേനൊക്കെ അഭിനയിക്കുന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഷൂട്ടിങ്ങിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് സൂര്യൻ കുനിശ്ശേരി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സുഗീതിനും സൂര്യനും ഇവിടെ വരാൻ കഴിഞ്ഞില്ല. ഈ 3 പേർക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇത് വല്ലാത്തൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു വനിതാ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ലാസ്റ്റ് സിനിമയ്ക്കാണ് രശ്മി വന്നത്. രശ്മി നമ്മുടെ പ്രശസ്ത തിരക്കഥാകൃത്ത് ടി ദാമോദരൻ, അദ്ദേഹത്തിൻ്റെ മാഷിൻ്റെ മകളാണ്, അഡ്വക്കേറ്റാണ്, ഇവിടെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാണ്. അതെ, ദിലീപിന് അറിയില്ല. അതെ അതെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നപ്പോൾ എനിക്കിനി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളൊക്കെ തന്നെ പറയും, ദിലീപ് പറയും. അല്ല, ഇവർ ഇത്രയും പേര് ഇരിക്കുമ്പോൾ സാധാരണ ഈ സാറിൻ്റെ സിനിമകളുടെ വൈൻഡപ്പ് പാർട്ടിയിൽ സാറിനെ അനുകരിക്കാറുള്ള ഒരാളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, അദ്ദേഹം ഇവിടെ. വേറെ അസിസ്റ്റൻ്റ് ഞാൻ എങ്ങനെയാണ് ആ പേര് വിട്ടുപോയെന്നറിയില്ല. ഒരിക്കലും വിടാൻ പാടില്ലാത്തൊരു അസിസ്റ്റൻ്റ് കൂടി വരേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം വരേണ്ടതായിരുന്നു, ഷൈൻ ടോം ചാക്കോ. ഷൈനും ഇപ്പോൾ കുറേ സിനിമകളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ആഷിഖിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. മാത്രമല്ല ഷൈനിനെ നിങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞാൽ അറിയും. ഗദ്ദാമ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഷൈനെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഗദ്ദാമ എന്ന സിനിമയിൽ മരുഭൂമിയിൽ ആട്ടിടയനായിട്ട് അഭിനയിച്ചത് ഷൈൻ ടോം ചാക്കോ ആണ്. കാവ്യയെ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഷൈനാണ്. ഒരുപക്ഷെ ദിലീപിൻ്റെ വഴി പിന്തുടർന്നുകൊണ്ട് എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ കൂടി സിനിമയിൽ അഭിനയിച്ചത് ഷൈനാണ്. ഷൈൻ ഏതോ സിനിമയുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് പെട്ടിട്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റില്ല, വരുമെന്ന് പറഞ്ഞിരുന്നു, എത്തിയില്ല. പിന്നെ ഇവിടേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് കുഞ്ഞു മുഹമ്മദാണ്. കുഞ്ഞു മുഹമ്മദിനെ കുറിച്ച് ഇവർക്ക് എല്ലാവർക്കും പറയാൻ കാണും, ഒരുപാട് ഒരു സിനിമയുടെ കഥ പറയാൻ കാണും. ദിലീപിനും ലാലുവിനൊക്കെ ഒരുപാട് പറയാൻ കാണും. കാരണം എൻ്റെ എല്ലാ സിനിമയുടെ കൂടെ ഉണ്ടാവുന്ന ഒരാളാണ്. ഞങ്ങൾ ഇവരൊക്കെ തമാശക്ക് പറയുന്നുണ്ട്, ബോബൻ്റെ മോളിയുടെ കൂടെ ഒരു പട്ടിക്കുട്ടിനെ കാണില്ലേ, അതുപോലെ എൻ്റെ സിനിമയുടെ എല്ലാ സെറ്റിലും ഉണ്ടാകുന്ന ഒരാളാണ് ഈ കുഞ്ഞു മുഹമ്മദ്. എൻ്റെ കൂടെ കുഞ്ഞു മുഹമ്മദ് സിനിമയിൽ എന്ത് ജോലി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, കുഞ്ഞു മുഹമ്മദിനും അറിയില്ല. ഇവർക്ക് എല്ലാ ജോലിയും കുഞ്ഞു മുഹമ്മദ് ചെയ്യും. ഒരു ദിവസം അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവും, വേറൊരു ദിവസം ആർട്ട് അസിസ്റ്റൻ്റ് ആവും, വേറൊരു ദിവസം പ്രൊഡക്ഷൻ ബോയ് ആവും, ചിലപ്പോൾ നടനും ആവും. അതാണ് കുഞ്ഞു മുഹമ്മദ്. അവസാനം ഷൂട്ടിംഗ് തീരുന്ന ദിവസം എന്നെ അനുകരിക്കുകയും ചെയ്യും. അതിവിടെ അനുകരിച്ച് കാണിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ചടങ്ങിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ സാറ് വളരെ ഇൻസിസ്റ്റ് ചെയ്ത് ഒരാളെ ഈ ശിഷ്യന്മാർക്കൊപ്പം ഇവിടേക്ക് വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു, ശ്രീ അഷ്റഫ്. ഈ ശിഷ്യന്മാരെയൊക്കെ തന്നെ മികവുറ്റ ഗുരുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതും ശ്രീ അഷ്റഫാണ്. ശ്രീ അഷ്റഫിക്ക, പ്ലീസ്. അല്ല, അഷ്റഫ് ഖാനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാണ്ട് പറ്റില്ല എന്തായാലും. കാരണം എന്നെ സംബന്ധിച്ചോളം ഒരുപക്ഷെ നേരത്തെ ജോൺ പോളിനെ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടു, എൻ്റെ ഗുരുസ്ഥാനീയനാണ് എന്നുള്ള രീതിയിൽ ജോൺ പോളിനെ നമ്മൾ പരിചയപ്പെട്ടു. അതിനു മുമ്പ് ഒരുപക്ഷെ എൻ്റെ ഗുരുവോ എൻ്റെ സഹോദരനോ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ശ്രീ അഷ്റഫ്. അദ്ദേഹം എൻ്റെ സ്കൂളിൽ എന്നെക്കാളും സീനിയറായിട്ട് പഠിച്ചിരുന്നതാണ്, എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടുള്ള, ഒരുപക്ഷെ സലീമിനേക്കാളും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ അഷ്റഫ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ ഈ കലാരംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇത്.
അദ്ദേഹം സ്കൂളിലെ ഞാൻ 5ാം ക്ലാസ്സിൽ 4 5 പഠിക്കുമ്പോൾ അദ്ദേഹം ഹൈസ്കൂൾ ഇതിലാണ്. ആ സമയത്ത് അദ്ദേഹം അവതരിപ്പിച്ച നാടകങ്ങൾ, അദ്ദേഹം എഴുതിയ നാടകങ്ങൾ, അദ്ദേഹം അഭിനയിച്ച നാടകങ്ങൾ, അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകളിൽ പോയി നിന്നിട്ട് ഈ നാടകം അദ്ദേഹത്തിന് പകർത്തി എഴുതി കൊടുക്കുക, അദ്ദേഹം എഴുതിയ നാടകങ്ങൾ പകർത്തി എഴുതി കൊടുക്കുക, ആ റിഹേഴ്സലിൽ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള ജോലികളായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അങ്ങനെ ആദ്യമായിട്ടൊരു നാടകത്തിൽ എന്നെ അഭിനയിപ്പിക്കാൻ കൂടെ നിന്ന ഒരാളാണ് അഷ്റഫ് ഖാൻ. പിന്നീട് നാടകങ്ങളിൽ അഭിനയിക്കാൻ എന്നെ സഹായിക്കുക, എഴുതാനൊക്കെ. പിന്നീട് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുമ്പോൾ ഇവർക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഇപ്പോൾ ദിലീപും ലാലും എല്ലാവർക്കും, തമ്പിക്കും എല്ലാവർക്കും അഷ്റഫായിട്ടും ഒരു വളരെ അടുത്ത ബന്ധമുണ്ട്. അത് ഞാനും അഷ്റഫുഖയും തമ്മിലുള്ള ബന്ധം ഇവരിലേക്കും, കാരണം അതേ ഫ്രീഡം, ഇപ്പം എന്നോട് കാണിക്കുന്ന അതേ ഫ്രീഡം അഷ്റഫുഖാക്ക് ഇവരുടെ അടുത്ത് എടുക്കാൻ പറ്റും, അവർക്ക് തിരിച്ചും എടുക്കാൻ പറ്റും. നേരത്തെ ഇവിടെ ഗോവിന്ദൻകുട്ടി സൂചിപ്പിച്ച ഈ റിക്രൂട്ട് ചെയ്യണം, ശിഷ്യന്മാർ റിക്രൂട്ട് ചെയ്യണം പറഞ്ഞാൽ അഷ്റഫുഖയാണ് പലപ്പോഴും എൻ്റെ അടുത്ത്, എടാ ഒരു പയ്യനുണ്ടോ, നല്ല ചെക്കനാണ്, അവൻ നല്ല സ്വഭാവമാണ്, നന്നായിട്ട് വർക്ക് ചെയ്യും, അവനെ നീ അസിസ്റ്റൻ്റായിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ അഷ്റഫ് ഒരാളുടെ പേര് പറഞ്ഞാൽ എനിക്കത് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്കു അക്ബർ, അങ്ങനെയുള്ള ഒരുപാട് പേര് അഷ്റഫുഖയുടെ പേര് അഷ്റഫുഖയുടെ കെയർ ഓഫിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സിനിമാ സഞ്ചാരത്തിൽ, എൻ്റെ സിനിമയുടെ ഈ സ്വപ്ന സഞ്ചാര ഇതിൻ്റെ 25ാം വർഷത്തിൽ അഷ്റഫുഖയെ മാറ്റി നിർത്തിക്കൊണ്ട്, അതിലേക്ക് കുഞ്ഞോമേനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവരെല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് ഒരു ഇങ്ങനെ ഒരു സംഭവം ഇല്ല എൻ്റെ ജീവിതത്തിനകത്ത്. അതാണ് അഷ്റഫ് ഖാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അഷ്റഫുഖോട് എൻ്റെ കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അഷ്റഫ് ഖാൻ കേവലം 42 വർഷമായി ഞങ്ങൾ ഈ ആത്മബന്ധം തുടങ്ങിയിട്ട്. ഇന്ന് എനിക്കേറെ അഭിമാനം തോന്നുന്നു, ഈ 25ാം വർഷം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് ഇത്രയും പ്രഗത്ഭരന്മാരായ ശിക്ഷകണങ്ങളോടൊത്ത്, ഈ സദസ്സിനോടൊത്ത് ഇവിടെ ചിലവഴിക്കാൻ അവസരമൊരുക്കി തന്ന നിങ്ങളോട് ഞാൻ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അഷ്റഫുഖയുടെ വീടിൻ്റെ നടയിൽ ഒരു ക്യൂ വന്നു കഴിഞ്ഞാൽ ആ ക്യൂ എവിടം വരെ പോകും എന്നുള്ളതാണ്. മിക്കവാറും അഷ്റഫുഖ ടെലികാസ്റ്റ് ചെയ്യുന്നവർ പിന്നെ ഒളിച്ചൊക്കെ വീട്ടിൽ നിന്ന് പോകേണ്ടി വരും. പക്ഷേ കാര്യം ശിഷ്യന്മാരാകാൻ വേണ്ടിയിട്ട് ഇനി ആൾക്കാരൊന്നിങ്ങനെ ക്യൂ നിൽക്കും, റിക്രൂട്ട്മെന്റ്. പക്ഷേ എത്ര ആളുകൾ വന്നാലും ഈ കുടുംബത്തിൽ അത് കുത്തി നിറയ്ക്കാനുള്ള ഒരു എന്താ പറയുക സ്പേസ് ഉണ്ടെന്നുള്ളത് ഈ ഇരിപ്പിൽ എല്ലാവർക്കും മനസ്സിലായി. കാരണം ഈ ചർച്ചാലയിൽ നമ്മൾ ഇങ്ങനൊരു ഒത്തുകൂടൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെ ഇതിനകത്ത്. അതാണ് കമൽ സാറിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഐക്യം. സാറ് പറഞ്ഞ് സലീം പടിയത്തായിട്ട് ചെറുപ്പത്തിലെ കളിച്ച് വളർന്നെന്ന്. എനിക്ക് കളിക്കാൻ സമയം കിട്ടിയില്ല, അതിന് മുമ്പ് ഞാൻ തമിഴ്നാട്ടിൽ പോയി. എൻ്റെ കൂട്ടുകാരൊക്കെ തമിഴന്മാരായിരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ, കടവന്ത്ര, കൊച്ചി. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. ഓക്കെ, ബൈ. നിനക്കെന്റെ മനസ്സിലെ മലരിത്ത വസന്തത്തിൻ മഴവില്ലുമേനഞ്ഞുത്തരാ. മിഴിക്കുള്ളിലെരിയുന്ന നറുത്തിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാം. ഒരു സ്വർണ്ണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി. ഒരു കുമ്പിൾ പനിനീരായി നിൻ പാട്ടിലലിഞ്ഞു തുളുമ്പി ഞാൻ. നിനക്കെന്റെ മനസ്സിലെ മലരിത്ത വസന്തത്തിൻ മഴവില്ലുമേനഞ്ഞുത്തരാ. മിഴിക്കുള്ളിലെരിയുന്ന നറുത്തിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാം.
നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. In association with Shahshib Group of Institutions, a premier institute for pilot training, aviation, engineering and management.